ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചെറിയൊരു ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ മ്യൂസിക്കിന്റെ സംഗീതത്തിന്റെ വളർച്ചയെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് സെറ്റാക്കി പഠിക്കാം മക്കളെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സൗത്ത് ഇന്ത്യയിൽ മിഡിവൽ പീരീഡ് ഫ്ലോറിഷ് ചെയ്തിട്ടുള്ള, നമുക്ക് കാണാൻ പറ്റും ദക്ഷിണേന്ത്യയിലും മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള സംഗീതം എന്ത് പേരിൽ അറിയപ്പെടുന്നു? കർണാട്ടിക് സംഗീതം. കർണാട്ടിക് സംഗീതം, കർണാട്ടിക് സംഗീതം എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് അറിയപ്പെടുന്നുണ്ട് അല്ലെ? കർണാട്ടിക് സംഗീതം എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് അറിയപ്പെടുന്നുണ്ട്. കർണാട്ടിക് സംഗീതം എന്ന പേരിൽ, അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ കർണാട്ടിക് സംഗീതം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള സംഗീതം കർണാട്ടിക് സംഗീതം. കർണാട്ടിക് മ്യൂസിഷ്യൻ, ഒരു ഡൗട്ടും വേണ്ട. അതിലെ പ്രോമിനന്റ് ആയിട്ടുള്ള, അതിലെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനാണ് നമുക്ക് കാണാൻ പറ്റും പുരന്ദരദാസ. പുരന്ദരദാസിയാണ് കർണാട്ടിക് സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞൻ എന്ന് കാണാൻ പറ്റും, ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിഷ്യൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 2 പോയിന്റ്സ് ആണ് മക്കളോട് പഠിച്ചത്. സൗത്ത് ഇന്ത്യയിൽ മിഡിവൽ പീരീഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മ്യൂസിക് എന്ത് പേരിൽ അറിയപ്പെടുന്നു? മ്യൂസിക് അറിയപ്പെടുന്നത് കർണാട്ടിക് മ്യൂസിക് എന്ന പേരിലാണ്. ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള സംഗീതം കർണാട്ടിക് സംഗീതം എന്ന പേരിൽ അറിയപ്പെടുന്നു. കർണാട്ടിക് സംഗീതത്തിലെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ ആരാണ്? കർണാട്ടിക് മ്യൂസിക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രോമിനന്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുരന്ദരദാസിയാണ്. 2 പോയിന്റ് ആണ് മക്കളെ, 2 മാർക്കാണ് നമ്മൾ 1.5 മിനിറ്റ് കൊണ്ട് നേടിയത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. യെസ്, ഡ്യൂറിംഗ് ദ സൽത്തനേറ്റ് മുഗൾ പീരീഡ്, സൽത്തനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനം ഒരു പുതിയ ശൈലിക്ക് രൂപം നൽകി, ജന്മം നൽകി. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും പേർഷ്യൻ മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസോട് കൂടി ഇന്ത്യയിൽ പുതിയൊരു മ്യൂസിക് എന്ത് ചെയ്തിട്ടുണ്ട്? ബർത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു മ്യൂസിക് സ്റ്റൈൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് നോൺ ആസ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നാണ്, ഹിന്ദുസ്ഥാനി സംഗീതം എന്ന സംഗീതം രൂപപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? സൽത്തനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ. എന്തിന്റെ സ്വാധീനം കൊണ്ടാണ്? പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനം കൊണ്ട് രൂപപ്പെട്ടതാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിലെ പ്രോമിനന്റ് ആയിട്ടുള്ള, ഇതിലെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞനാണ് ആരൊക്കെ? അമീർ ഖുസ്രു, അതുപോലെ തന്നെ താൻസൻ. അക്കാലത്തെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞനാണ്, മ്യൂസിഷ്യൻസ് ആണ് ആരൊക്കെ? അമീർ ഖുസ്രു, താൻസൻ. അപ്പോൾ ഇവിടെ നമ്മൾ 3 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഏത് പീരീഡ് ആണ് നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? സൽത്തനേറ്റ് മുഗൾ പീരീഡ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്തിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ്? പേർഷ്യൻ സംഗീതത്തിന്റെ, പേർഷ്യൻ മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ്. ഇനി ആരൊക്കെയാണ് ഇതിലെ പ്രോമിനന്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ്? യെസ്, അമീർ ഖുസ്രു, അതുപോലെ തന്നെ താൻസൻ ഒക്കെയാണ് ഇതിലെ പ്രോമിനന്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ്. അപ്പൊ ഈ 2 പേജ് കൊണ്ട് നമ്മൾ 5 മാർക്ക് മ്യൂസിക് എന്ന് പറയുന്ന ഭാഗം നമ്മൾ 3 മിനിറ്റ് കൊണ്ട്, വിത്തിൻ 3 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പഠിച്ചു തീർക്കാണ് മക്കളെ. 5 മാർക്കിനുള്ള ഭാഗങ്ങൾ നമ്മൾ 3 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്? പഠിച്ചു തീർക്കാണ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് സാർ വീണ്ടും വരുന്നതാണ്. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് എക്സാം ചെയ്താൽ. താങ്ക് യു ഓൾ, ബൈ.